ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ രുദ്ര എണീറ്റ് വന്നിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ചില ദിവസം നല്ല കുട്ടിയായിട്ട് എണീറ്റ് വരും, ചില ദിവസം കൂറ കുട്ടിയായിട്ട് എണീറ്റ് വരും. അപ്പോൾ ഇന്ന് നല്ല കുട്ടിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഓരോന്നും പറയുകയാണ് കേട്ടോ. നമ്മളടുത്ത് ഓരോന്നും പറയുകയാണ് ആൾ. പിന്നെ ഫോണ് കണ്ട കാരണം ഇങ്ങനെ എത്തിയിട്ടൊക്കെ നോക്കുക. അങ്ങനെ ഇതാ രാവിലത്തെ കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ സ്കൂൾ കുട്ടികളെ പറഞ്ഞേക്കാണ് കേട്ടോ. ഇവർ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ശരിക്കുള്ള പണികളൊക്കെ നോക്കാൻ. അപ്പം ഇന്ന് കളർ ഡ്രസ്സ് ഇടുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവുകയാണേ. ഈ പോണ പോലെ ഒന്നല്ല വരുമ്പോൾ ഉണ്ടാവും, വരുമ്പോൾ വേറെ ലെവലായിരിക്കും. അങ്ങനെ അത് അവർ പോയി. രുദ്ര കുറച്ച് സങ്കടത്തിലിരിക്കാണ്ട് ചേച്ചിമാർ പോയ കാരണം ഇനി അവനൊന്ന് കുളിപ്പിച്ച് സെറ്റാക്കണം. അപ്പോൾ ഇതാ രുദ്രുവിനെ പല്ല് തേപ്പിച്ചു, കുളിപ്പിച്ചു, സുന്ദര കുട്ടപ്പനാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ചാവടിക്കായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് ചായക്ക് ഇഡ്ഡലിയും ചട്നിയും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ രുദ്രുവിന് ചായയൊക്കെ കൊടുത്ത് വേഗം തന്നെ ഞാൻ ഉറക്കിയിട്ട്, അവൻ കാലത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. അപ്പോൾ അവനെ ഉറക്കിയതിന് ശേഷം ഞാൻ തിരുമ്പാനുള്ള പരിപാടിക്ക് നിന്നു. പിന്നെ അടുക്കള ഒതുക്കൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ. അപ്പോഴാണ് ഞാൻ മാങ്ങ ഇരിക്കുന്നത് കണ്ടത്. ഇത് രാവിലെ രാവിലെ അല്ല, തലേ ദിവസം തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്കിത് ഉപ്പും മുളകിട്ട് തരണം, സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിവിടെ ഉപ്പും മുളകിട്ട് വയ്ക്കുക, വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആളെന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് ഞാൻ മേലെ കൊടുന്ന് ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെയിൽ കൊണ്ട് വാടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൂടെ ഞാൻ തിരുമ്പി വെച്ചതും കൂടെ ഉണക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടി അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ട് ഇതും ഞാൻ വെയിലത്ത് വെച്ചിട്ട് പോരാട്ടോ. അതിലൊരെണ്ണം പഴുത്തതുണ്ടായിരുന്നു കേട്ടോ. മൂവാണ്ടനായിരുന്നു ആ ഒരെണ്ണം പഴുത്തത്. അത് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. മറ്റേത് നല്ല പുളി ഉണ്ടായിരുന്നു. 2 ദിവസം എനിക്ക് പല്ല് നല്ല പുളി തൊട്ടത് കഴിച്ചിട്ട് ഇപ്പോൾ അത് സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. അങ്ങനെ മാങ്ങൊക്കെ ഉണക്കി തുണികളൊക്കെ ഉണക്കി വന്നിട്ട് നമ്മൾക്ക് പാത്രം കഴുകാൻ വേണ്ടി എല്ലാതും കൊടുന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഏറ്റവും വലിയ ടാസ്ക്കാണത്. എനിക്കാണെങ്കിൽ ഒരെണ്ണം 2 എണ്ണം അങ്ങനെയായിട്ട് കഴുകണത് ഇഷ്ടമല്ല, എല്ലാതും വലിച്ചിട്ട് മൊത്തമാണ് കഴുകി വയ്ക്കേണ്ടതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഞാൻ തിരുമ്പണതിൻ്റെ മുന്നേ തന്നെ അടുക്കളയിൽ നിന്ന് കൊട്ടത്തളത്തിൽ കൊടുന്നിട്ടിട്ടുണ്ടായി. എന്നിട്ട് അടുക്കളൊക്കെ ഒന്ന് തുടച്ച് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ തിരുമ്പലും ഉണക്കലൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് കേട്ടോ പാത്രം കഴുകാൻ വന്നത്. അങ്ങനെ ഈ പാത്രം കഴുകലും കൂടെ കഴിഞ്ഞാൽ വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ ഇതാ എല്ലാവരും പോലെ തന്നെ എനിക്കും ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ പാത്രം കഴുകൽ. ചില ദിവസം ഒരു മൂടാണ്, അപ്പോൾ അങ്ങോട്ട് കഴുകും. ചില ദിവസം ഭയങ്കര മടിയാണ്, പക്ഷെ എത്ര മടി പിടിച്ചാലും നമ്മൾ കഴുകണ്ടേ. അപ്പോൾ അത് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ? ഞാനെന്താ വെച്ചാൽ നമ്മൾ എവിടേക്കും പോകണില്ല, നമ്മളൊരു ഹൗസ് വൈഫാണ്. വീട്ടിലെ കാര്യങ്ങൾ പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മളുടെ. അപ്പോൾ എനിക്ക് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റെ ഈ കൊച്ചു കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് വീഡിയോസായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നവർ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നല്ല നല്ല കമൻസൊക്കെ പോന്നോട്ടെ. പിന്നെന്താ പറയുക, എനിക്ക് ഡെയിലി വീഡിയോ ഇടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കണില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ പിള്ളേർ കുഞ്ഞിതാണല്ലോ, കുഞ്ഞിച്ചക്കനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നമ്മൾ വിചാരിച്ച ടൈമിൽ വീഡിയോസ് എത്തിക്കാൻ പറ്റില്ല. ചില ദിവസം നല്ലപോലെ ആണെങ്കിൽ ചില ദിവസം വേറെ സ്വഭാവമാണ്. അപ്പോൾ കിട്ടുന്ന ടൈമൊക്കെ ഞാൻ പരമാവധി ഇതിൻ്റെ കാര്യത്തിൽ തന്നെ മാറ്റി വയ്ക്കാറുണ്ട്. പിന്നെ ഈ അസുഖങ്ങൾ വരുമ്പോഴാണ് നമുക്കൊന്നിനും പറ്റാത്തത്. പിള്ളേർക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നിനും പറ്റില്ല. വീട്ടുപണിയും ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ നടന്നു പോയില്ല, അതിനിടയിലേക്ക് ഇതും നടക്കില്ല. അപ്പോഴാണ് കൂടുതൽ വീഡിയോസൊക്കെ പെൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ വഴുകണതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോസ്. ഇങ്ങനെ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മളെ പണിയെടുക്കുന്നത്, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ തന്നെയാണ് കാണാൻ. എനിക്ക് വേറെ യൂട്യൂബേഴ്സിൻ്റെ ആയാലും കാണാനും ഇഷ്ടം. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് എനിക്ക് എടുക്കാനും പറ്റുള്ളൂ, ഇടാനും പറ്റുള്ളൂ. അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അത് നമ്മളുടെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ തിരുമ്പാൻ നിന്നു കേട്ടോ. പാത്രം കഴുകൽ കഴിഞ്ഞിട്ട് തിരുമ്പാൻ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളെ കയ്യിലത്തെ അഴുക്കൊക്കെ ആ തിരുമ്പുമ്പോൾ കൊണ്ട് പോകും. കരി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പം ഞാൻ യൂണിഫോമൊന്നും മെഷീനിൽ ഇടാറില്ല, അതൊക്കെ നമ്മൾ കല്ലിൻ്റെ മുകളിലായിട്ട് ഇളക്കിയെടുക്കാറ്. അപ്പോൾ അത് മുകളിൽ കൊടുന്ന് ഉണക്കാൻ നിൽക്കുകയാണ്. ഇത് നമ്മൾ നേരെ വെയിലത്തിടില്ല, ഈ തണലത്ത് ഈ ഒരു ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു അഴലിലാണ് യൂണിഫോം, അതുപോലെ പുതിയ ഡ്രസ്സുകൾ അങ്ങനെയുള്ളതൊക്കെ ഇടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നരച്ച് കുമ്പളങ്ങി പോകും. അപ്പോൾ
നമ്മൾ മാങ്ങ അങ്ങനെ വാടിയുണ്ട്. ഞാൻ ഓരോ വരുമ്പോഴും ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ, അടിപൊളിയാണ്. അതുപോലെ നല്ല വെയിലുമുണ്ട്. അങ്ങനെ നമ്മൾ പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ നമ്മളെ കുഞ്ഞിച്ചക്കണീറ്റ് വന്നു കേട്ടോ. പിന്നെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ ഇങ്ങനെ കാലത്ത് കുറച്ച് നന്നായിട്ട് കിടന്നുറങ്ങും. ആ ഒരു സമാധാനത്തിലുള്ള പണികളും കഴിയും. ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഇരിക്കാറ്. അപ്പോൾ ചില ദിവസം നേരത്തെ എണീക്കും, ചില ദിവസം ഇതുപോലെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ആളെണീറ്റ് വരുള്ളൂ. അപ്പോൾ ആളെണീറ്റ് കുറച്ച് നേരമൊക്കെ ഒന്ന് കൊഞ്ചിച്ചൊന്ന് ശരിയാക്കിയതിന് ശേഷം ഞാൻ എന്താ ചോറ് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അവനും ഞാനും കൂടിയിട്ട് ഒരുമിച്ചാട്ടോ ഊണ് കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ അവനും വാരി കൊടുക്കും. അവന് കറികളും എല്ലാതും കൂട്ടി കൊടുത്ത് ശീലാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എരിവ് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അത് വിചാരിച്ചിട്ട് ഒരുപാട് എരിവ് കൊടുക്കുന്നല്ല കേട്ടോ. കറികളൊക്കെ കൂട്ടിയിട്ട് ഞാൻ കൊടുക്കും. അപ്പോൾ അവനത് കഴിക്കുന്നുണ്ട് ഇപ്പോൾ. മറ്റേത് നമുക്ക് ചില കുട്ടികൾ എരിവൊന്നും കഴിക്കില്ലല്ലോ, കറിയൊന്നും ഒഴിച്ചാൽ കഴിക്കില്ലല്ലോ. അപ്പോൾ ഇവന് അങ്ങനെയുള്ള കുഴപ്പമില്ല. ആദ്യം മുതലൊക്കെ ശീലിപ്പിച്ച്. അപ്പോൾ എനിക്കായാലും അവനായാലും അവന് കുറേശ്ശെ കറി കൂട്ടിയിട്ട് കൊടുക്കും, ഞാൻ പിന്നെ കറി കൂട്ടി കഴിക്കും. അപ്പോൾ നമുക്കിന്ന് കറി കുടുതയാണ്. കുടുത തേങ്ങ വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ. അമ്മേട്ടാ കാലത്ത് കറിയൊക്കെ വയ്ക്കാം. അപ്പം മീനൊക്കെ തലേ ദിവസം വാങ്ങിക്കൊടുന്നുണ്ടെങ്കിൽ അമ്മ വെച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് കറിയുടെ പരിപാടിയൊന്നും നോക്കണ്ട. അപ്പോൾ നല്ല കുടുത കറിയും അതുപോലെ നല്ല കുടുത വറുത്തതും ഉണ്ട് കേട്ടോ. വലിയ പീസായിരുന്നു കേട്ടോ കുടുത. അപ്പോൾ അതും കൂടിയിട്ട് ഞങ്ങൾ രണ്ടാളും ഊണയിക്കട്ടെ. അങ്ങനെ ഊണയിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് പിന്നെ ഉറക്കമില്ല കേട്ടോ ആൾക്ക്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എണീറ്റ് ഇതാ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. ഇനിയുള്ള പരിപാടികൾ നമുക്ക് തുടങ്ങണം. അപ്പോൾ അതാ ചായ സെറ്റായിട്ടുണ്ട്. നമ്മളെ കുട്ടികൾ വരണം, സ്കൂളിൽ പോയവർ തിരിച്ച് വരണം. ചായ ആയതിൻ്റെ ശേഷം ഞാനും രുദ്രും കൂടി കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്ന് കളിച്ചു വിട്ടാ. ആൾ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ കയറാൻ ഭയങ്കര മടിയാണ്. അതുപോലെ ഓട്ടമാണ് ഇപ്പോൾ മെയിനായിട്ട്. പേടിയാവും ഉണ്ണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീഴും തോന്നും. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ച് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് തന്നെ വന്നു. നോക്കുമ്പോൾ രാവിലത്തെ ഇഡ്ഡലി കുറച്ച് അധികം തന്നെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചട്നി ഉണ്ടാക്കാം. രാവിലെ അരച്ച ചട്നി കുറച്ചുള്ളൂ, പിന്നെ അതുള്ളത് കേട് വരും ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചട്നി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം ആ ഇഡ്ഡലി അങ്ങോട്ട് ചിലവായി പോയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിലവാണ് കേട്ടോ. രുദ്രപ്പം നല്ല കുറുമ്പനായിട്ടുണ്ട് കേട്ടോ. ആൾ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ എൻ്റെ മേലെ പിടിച്ച് കയറുക, കയ്യിൽ കിട്ടിയതൊക്കെ പിടിച്ച് വലിച്ചെടുക്കുക. ഈ ഒരു എണ്ണക്കുപ്പിയില്ലേ, ഒരു ദിവസം ഈ എണ്ണക്കുപ്പിയൊക്കെ എടുത്തിട്ട് എണ്ണക്കോ താഴത്ത് പീച്ച് കളഞ്ഞേക്ക് നല്ല പണിയുണ്ടാക്കി. അപ്പം അങ്ങനത്തെ കുറേ കുറുമ്പുകളൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പം ഞാൻ എന്താ ചട്നി അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് വറവിടുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുകും മുളകും വേപ്പിൻ്റെ ഇലയും കൂടി പൊട്ടിച്ചിട്ട് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചട്നി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. രുദ്രുവിന് ചായ കൊടുത്തു കേട്ടാ. ചട്നി വറവിട്ടപ്പോൾ അവന് അങ്ങനെ കൊടുത്തു. അവൻ അപ്പോൾ ഒരു നല്ല മൂടായ കാരണം വേഗം കഴിച്ചു. പിന്നെ ഉറങ്ങി എണീറ്റ് വന്നിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ. അപ്പോൾ അവനും കഴിച്ചു, അവൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഞാനും കഴിച്ചു. ഇനി ഞങ്ങൾ മൂക്കുന്നൊക്കെ വരുന്നുണ്ട്. ജലദോഷം ശരിക്കാണ് മാറിയില്ല. ഞങ്ങൾ ചേച്ചിമാരെ കാത്തിരിക്കുക. ചായയൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. വിശന്നിട്ടാവും ഓടി വരിക. അങ്ങനെ ഞങ്ങൾ ചേച്ചിമാരിതാ വന്നിട്ടുണ്ട് കേട്ടോ. തളർന്ന് ക്ഷീണിച്ചിട്ടൊക്കെയാണ് വരവ്. പോകുമ്പോൾ പോയ പോലെ എന്തല്ലോ ഉടുപ്പൊക്കെ സ്റ്റിച്ച് വിട്ട് കീറി എന്നൊക്കെയാണ് വരവ്. പിന്നെ പാറിൻ്റെ തലയിൽ നല്ല എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം മുഖത്തേക്ക് നല്ലോണം എണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഉണ്ണിമോള് ഒക്കെ അങ്ങനെ വരിയായി നിരനിരയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവരോട് ഒരു വരുന്ന വഴിക്ക് ഒരു സോഫ ഉണ്ടാക്കുന്ന ഒരു ഏട്ടൻ്റെ കട ഉണ്ട്. അവിടുന്ന് ഈ സ്പോഞ്ച് ഉണ്ടല്ലോ അതിങ്ങനെ കൊണ്ടുവരുന്ന ഇവർക്ക് മെയിൻ പണി. ഞാൻ ചീത്ത പറയും, ഇവിടെ കൊടുന്നിട്ട് എന്തിനാണത് പറഞ്ഞിട്ട്. ഇപ്പോൾ അത് കാരണം ഇവരിപ്പോൾ അങ്ങനെ കൊണ്ടുവരാറില്ല. അതിങ്ങനെ വേസ്റ്റിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോയി കൊട്ടുകയാണേ. അപ്പം അങ്ങനെ പിന്നെ ഇത് നമ്മളെ വെള്ളം പണിയൊക്കെ കഴിഞ്ഞു. നമ്മളെ പുതിയ കുപ്പിയിൽ ഈ എന്താണ് നമ്മളെ കിണറ്റിൽ നിന്ന് വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പണികൾ എന്താ വെച്ചിട്ട് ഞാൻ പിന്നെ വൈകുന്നേരത്തെ പണികളൊന്നും ഞാൻ കാണിച്ചില്ല, പെട്ടെന്നായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മളെ ദേവുട്ടിക്ക് ഇന്നലെ തുടങ്ങിയതാണ് കേട്ടോ. നാവുമ്പോൾ അങ്ങനെ തരിതരീനെ പൊന്തിയിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനും ദൈവവും കൂടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റവരേനൊക്കെ കാണിച്ച സ്ഥിരം സ്ഥലത്ത് തന്നെയാണ്. അവിടെ നല്ല ഡോക്ടറാട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ പണിയുടെ ഇതായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ല ആൾ. അപ്പോൾ ഞാനും ദൈവവും കൂടിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേഗം പോയി കാണിക്കാൻ വിചാരിച്ചു. നമുക്ക് 6:30ക്കാണ് ടോക്കൺ കിട്ടിയിട്ടുള്ളത്. 6:30-7 മണിൻ്റെ ഉള്ളിൽ വരാനാണ് എന്നോട് പറഞ്ഞുള്ളത്. അപ്പോൾ അതാ ഞാനും ദൈവട്ടി റെഡി ആയിട്ടുണ്ട്. രുദ്രോനെയും പാറു ചേച്ചിനെയും നമ്മൾ കൊണ്ടുപോകണില്ല. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ തലയിൽ നിന്ന് നല്ല എണ്ണ ഉണ്ട്. എണ്ണ ഉള്ള ദിവസം മുടി നമ്മൾ എങ്ങനെ കെട്ടിയാലും നേരാവില്ല.
അപ്പോൾ രുദ്രു കാണാതെ ഞങ്ങളിത് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ റോട്ടിലേക്ക് വന്നു നിന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ രുദ്രു ചിലപ്പം കണ്ട ആകെ കരച്ചിലാവും. അപ്പോൾ അതാ നമ്മളൊരു 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ. നേരത്തെ പോയാൽ ചിലപ്പോൾ നമുക്ക് ടോക്കൺ നേരത്തെ കിട്ടും. എന്നുവെച്ചാൽ മറ്റുള്ളവർ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കിട്ടും. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിത് അവിടെ എത്തി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ടോക്കൺ 12-14 ആയിട്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ 8 കിട്ടി കേട്ടോ. അപ്പോൾ 7 കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ, 6 കയറിയിട്ടുണ്ടായിരുന്നു. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ നമ്മളിത് വേഗം വന്നപ്പോൾ അത് രണ്ടാളും ഉമ്മറത്ത് കണ്ണും നട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം മീൻ വറുക്കാണ്ടായിരുന്നു, അത് വേഗം വറുത്തെടുത്ത്. നല്ല ക്ഷീണം തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്, എടുക്കാനൊക്കെ തോന്നുന്നത്. അപ്പോൾ ദേവുട്ടിനെ കൊണ്ടുപോയപ്പോൾ ദേവുട്ടിക്ക് ഇതാണ് വായ്പുണ്ണാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓരോന്നും കാണുമ്പോൾ അവൾക്ക് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ബ്രെഡ് കണ്ടപ്പോൾ ബ്രെഡും സോസും കൂടി കഴിക്കട്ടെ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക, അല്ലാതെ ഇപ്പോൾ ഒന്നും തിന്നാതെ ഒന്നും ശരിയാവില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ അധികം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വിറ്റാമിൻ്റെ ടോണിക് 1 മാസം കൊടുക്കാനും പറഞ്ഞിട്ട് അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അമ്മ പണി മാറ്റി വരുമ്പോൾ ഒരുപാട് പച്ചക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാണ്ട് അങ്ങനെയുള്ള പണികൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ കഴിക്കണം തോന്നുന്നുണ്ട് കേട്ടോ അവൾക്ക്. കാരണം വിശപ്പുണ്ട്. അപ്പോൾ അത് കാരണം അവളിങ്ങനെ ഓരോന്നും ജ്യൂസും വെള്ളം ഇതൊക്കെ ഓരോന്നാക്കി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനെന്താ വേപ്പിൻ്റെ ഇതുപോലെ കവറിൽ ഇതുപോലെ പിച്ചിടും കേട്ടോ. അപ്പോൾ കുറേ ദിവസം നമുക്ക് കേട് വരാതിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. കവറിൽ തന്നെ ഇടണമെന്നില്ല, ഡപ്പയിൽ ഇട്ടാലും നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ കവറിൽ വെക്കുമ്പോഴാണ് അത് അങ്ങനെ ഇരിക്കുന്നുള്ളൂ. ഡപ്പയിൽ വയ്ക്കുമ്പോൾ ശരിക്കും ഇരിക്കുന്നില്ല. പിന്നെ ഇതാ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ദേവുട്ടിക്ക് ജ്യൂസ് കുടിക്കണം പറഞ്ഞപ്പോൾ അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഒരു മാംഗോയുടെ ഒരു ജ്യൂസിൻ്റെ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാര ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം ഞാനിതാ രുദ്രുവിന് ദേവുട്ടിക്കും കൂടി ചോറ് എടുത്തിട്ടുണ്ട്, കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഊണ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. പാറോട്ടി പിന്നെ തന്നെ കഴിക്കും. ഇവർക്ക് രണ്ടാൾക്കും ഞാൻ വാരി കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ചോറും പാറോട്ടിയുടെ ചോറുമാണ് കേട്ടോ അത്. ഞങ്ങൾ ഊണയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ നമ്മളെ വലിയൊരു പരിപാടി പാത്രം കഴുകൽ. അപ്പോൾ അതൊക്കെ വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ പോയി. ഹോസ്പിറ്റലിൽ പോക്ക് പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ. അത് മുന്നൊരു പ്ലാനിങ് ഇല്ലാതെ വന്നതാണ് ഇന്നത്തെ ഒരു ദിവസം. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ വായ നാവ് വേദനിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കുമ്പോൾ കൂട്ടി കടിച്ചാണ്ടാവുമല്ലോ, അതായിരിക്കും വിചാരിച്ചു. പിന്നെ ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോഴാണ് നവമ ശരിക്കും തരിതരിയായിട്ട് പൊന്തിയത്. അപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തു നമുക്ക്. അപ്പോൾ തന്നെ കിട്ടിയിട്ടൊക്കെ അങ്ങനെ പോയി. ഇപ്പോൾ അതാ വായ്പുണ്ണാന്ന് പറഞ്ഞു, കുഴപ്പമില്ല, 2 ദിവസം കൊണ്ട് തന്നെ വേഗം മാറും. മരുന്ന് ഓയിൽമെൻറ്റും തന്നിട്ടുണ്ട് നവമ തേക്കാൻ. പിന്നെ വിറ്റാമിൻ്റെ ഒരു ടോണിക്, അതൊരു മാസം അടുപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കൽ കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് പോയി. കൈയൊക്കെ നന്നായി സോപ്പിട്ട് കഴുകി. നമ്മളെ ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി. ഇതാ വെള്ളം കുടിക്കാനുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോവാം. പിന്നെ ഇതാ നാളെ ഞാൻ ബൂരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഗ്രീൻ പീസും വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും